ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീമതി വി ശോഭ, സ്വാഗതം. ഒരു പൊങ്കാല കൂടി വരികയാണ് അല്ലേ? ഇത് പൊങ്കാല തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല, ഈ കേരളത്തിലുള്ള മുഴുവൻ പേർക്കും, മലയാളികൾ മുഴുവൻ ഇത് ആഘോഷിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ള മലയാളികളും ആ സമയത്ത് തിരുവനന്തപുരത്തേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പിന്നെ അതിനപ്പുറം ഇത് സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടായ്മ, അതാണ് ലോകം ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം. ഇത്തവണത്തെ പൊങ്കാല മാർച്ച് 3-ാം തീയതിയാണ്. എന്തൊക്കെയായി ഒരുക്കങ്ങൾ? ഏകദേശം എല്ലാം ഒരു പൂർത്തിയായ മട്ടിലോട്ടാണ്. ശരിക്കും ക്ഷേത്രം ട്രസ്റ്റ് ഇത് ഒരു 5-6 മാസം മുമ്പ് തുടങ്ങുന്ന പ്രവൃത്തികളാണ്. ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ ഈ ഉത്സവ കമ്മിറ്റി ട്രസ്റ്റ് അംഗങ്ങളും അവിടെ പ്രാദേശികമായിട്ടുള്ള ആണുങ്ങളുമായിട്ട് ചേർന്ന് ഒരു ഉത്സവ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ഈ കമ്മിറ്റി 9 സബ് കമ്മിറ്റികളാകുന്നു. അതിനൊരു ജനറൽ കൺവീനറും ജോയിൻറ്റ് ജനറൽ കൺവീനറും ഉണ്ട്. അവരുടെ മേൽനോട്ടത്തിലാണ് ഇവരുടെ പ്രവൃത്തികൾ അവലോകനം ചെയ്യുന്നത്. അതായത് അവരുടെ പ്രവൃത്തികൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവർ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ കമ്മിറ്റികൾ എന്ന് പറയുമ്പോൾ അത് ഓരോ പ്രവൃത്തിയും ആസ്പദമാക്കിയുള്ള കമ്മിറ്റികളാണ്. ഇപ്പോൾ കുത്തിവട്ടം നോക്കാൻ കുത്തിവട്ട കമ്മിറ്റികൾ, അതിൻ്റെ വൃശ്ചികം 1-ന് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് തൊട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, കുട്ടികളെ പാരൻസുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കുത്തിവട്ട കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, ഇങ്ങനെ അവരുടെ പ്രവൃത്തിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്മിറ്റികൾ. അത് ആ ഓരോരുത്തരുടെയും പ്രവർത്തനം ഓരോ സന്ദർഭങ്ങളിൽ കൂടിയും കുറഞ്ഞുമിരിക്കും. തുടക്കത്തിൽ പ്രോഗ്രാം കമ്മിറ്റിയൊക്കെ വളരെ ആക്റ്റീവായിരിക്കും. ഇപ്പോൾ അവർ പ്രോഗ്രാം എല്ലാ എഗ്രിമെൻ്റൊക്കെ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ അവർ ഇത്തിരി സമാധാനത്തിലായിരിക്കും. ഇനി തുടങ്ങുന്ന ദിവസം മുതൽ അവർ വളരെ ബിസി ആയിരിക്കും. അങ്ങനെ ഓരോ പ്രവർത്തനവും അതനുസരിച്ച് കമ്മിറ്റികൾ, ഇതിൽ ധാരാളം അംഗങ്ങളുണ്ടാവും. അവരുടെയൊക്കെ ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനം, രാപ്പകലില്ലാത്ത പ്രവർത്തനം തന്നെ പറയാം. എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് അത്. ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു പ്രവർത്തനം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാ സർക്കാർ വകുപ്പുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവലോകന യോഗങ്ങൾ ഇപ്പൊ തന്നെ 4 എണ്ണം പല തലങ്ങളിലായിട്ട്, മന്ത്രിതലം, അതായത് ദേവസ്വം ബോർഡ്, ദേവസ്വം വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വം, അതുപോലെ നമ്മുടെ കോർപ്പറേഷൻ മേയർ, അതെ, പ്രധാന ബാക്കിയുള്ള കാര്യങ്ങളും, അങ്ങനെ എല്ലാ അവലോകനവും വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്ന ഒരു അവലോകനമുണ്ട്. അപ്പോൾ അതൊരു അവസാനം എല്ലാം എങ്ങനെ എന്നുള്ള ഒരു അവലോകനം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ വകുപ്പുകളും വളരെ ഏറെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതിൽ ഓരോ, ഇപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ പ്രത്യേകിച്ച് അഡീഷണൽ ട്രാൻസ്ഫോമർ വെച്ചാണ് ഇതിൻ്റെ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അവരുടെ കൺട്രോൾ റൂമുണ്ട്, എല്ലാവർക്കും ഉണ്ട് കൺട്രോൾ റൂം. പോലീസിനുണ്ട് ഒരു കൺട്രോൾ റൂം. അവർക്ക് ക്ലോസ്ഡ് സർക്യൂട്ട് ടി വിയിലെല്ലാം കാണുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അഡീഷണൽ ക്യാമറയൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റവന്യൂവിൻ്റെ ആയാലും കളക്ടർ, അങ്ങനെ എല്ലാ കൺട്രോൾ റൂംസും ഉണ്ട്. എല്ലാ പിന്നെ ഹെൽത്തിൻ്റെ ആയാലും 25-ാം തീയതിയാണ് കുത്തിവട്ട കുട്ടികൾ വരുന്നത്. അപ്പോൾ കുട്ടികൾക്കായിട്ട് പ്രത്യേകിച്ച് ഡോക്ടേഴ്സും മറ്റും ഉണ്ടാവും. അല്ലാതെ പൊങ്കാലയുടെ തലേ ദിവസം മുതൽ ബാക്കി എല്ലാ ഈ എന്തെങ്കിലും പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടോ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്. നമ്മൾ ഈ പോയ വർഷത്തെ വരെ ഒരു കണക്കനുസരിച്ച് ചോദിക്കുകയാണ്, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയതാണ്. ഈ പോയ വർഷം വരെ ഏതാണ്ട് ഒരു വർഷം എത്രത്തോളം പേർ ഇവിടെ വരുന്നു എന്നുള്ള ഒരു ഏകദേശം കണക്കുണ്ടാകുമല്ലോ. ഈ മാധ്യമങ്ങളുടെ ഒരു പൊതുവെയുള്ളൊരു കണക്ക് ഒരു 20-25 ലക്ഷം വരെ, 25 ലക്ഷത്തിനും മുകളിലേക്കും പോകാം എന്ന് പോയിട്ടുണ്ട്. അതായത് കണക്കെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആ ആറ്റുകാൽ ചുറ്റുവട്ടത്തിനെ മാത്രം അല്ല ഈ ഒരു ഇവന്റിൽ ആരൊക്കെ പങ്കെടുത്തു എന്ന് നോക്കിയാൽ 40-ൽ കൂടുതലൊക്കെ ആകുന്നുണ്ട്. കാരണം ഏരിയ വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പട്ടമൊക്കെ കടന്ന് ഇപ്പൊ അങ്ങോട്ട് വളരെ റോഡില് ആറ്റുകാലിൽ നിന്ന് ഏതാണ്ട് ഒരു 15-16 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ് എം സി റോഡിൽ. നിങ്ങൾക്ക് ഒരുപക്ഷെ കണക്കെടുക്കുന്നത് എങ്ങനെയാ? 1 കിലോമീറ്ററിൽ ഇത്ര
പൊങ്കാല ഇപ്പൊ നമ്മള് അന്ന് ഗിന്നസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് രീതിയിലൊക്കെ എടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു കണക്കില്ല. പക്ഷെ നമുക്ക് നോക്കൂ, ഇപ്പൊ പോലീസിനും ഒക്കെ അവരെ ഈ ഡ്രോണും ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്കൊരു ഏരിയ കിട്ടുന്നുണ്ട്. അപ്പൊ ഏരിയ വളരെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ ഒരു ഏരിയയിൽ ഇത്ര അടുപ്പ് എന്നുള്ളൊരു കണക്ക് വെച്ചിട്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ്. പക്ഷെ ആ കണക്ക് റോഡിന് ഇരുവശവുമുള്ള കണക്കാണ്. ഈ റോഡിനോ ഇരുവശവുമുള്ള വീട്ടുകാരെ അവരുടെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ് പൊങ്കാല ഇടുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. കാരണം ഈ കോവിഡിന് ശേഷം കോവിഡ് സമയത്ത് ആൾക്കാർ പഠിച്ചു സ്വന്തം വീട്ടുമുറ്റത്ത് ഇടുന്നവരുണ്ട്. പക്ഷെ പലരും ഇപ്പം ഞങ്ങളുടെ വീട്ടിലായാലും അവിടെയൊക്കെ വന്നിട്ടുള്ളവര് ഈ പറയുന്നതെന്ന് വെച്ചാൽ വീട്ടുമുറ്റത്ത് ഇടുന്ന ആ എല്ലാ വർഷവും ഇങ്ങനെ അമ്പലത്തിന്റെ അടുത്ത് പോയി ഇട്ടുള്ള ഒരു ശീലം പലർക്കും ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പലരും വീട്ടിൽ നേരത്തെ തന്നെ വന്ന് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ വളരെ ഇതായിട്ട് വീട്ടുമുറ്റത്ത്, അതായത് ഇപ്പം വീട്ടുമുറ്റം എന്ന് പറയുന്നത് കണക്റ്റഡ് ആയിട്ട് എല്ലാം ഇപ്പൊ പൊങ്കാല പ്രദേശങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇവിടെ നോക്കിയാൽ അപ്പുറത്ത് യഥാർത്ഥ പൊങ്കാലക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ ഒരു തിരുവനന്തപുരം സിറ്റിയുടെ ആ ഒരു ഏരിയ ഫുള്ളും ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു പൊങ്കാല ഇടൽ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും തൊട്ടടുത്തുള്ള ഇപ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ളവരാണെങ്കിൽ ആ ക്ഷേത്രത്തിലുള്ളവർ അന്നദാനവും ഒക്കെ ഭക്ഷണവും എല്ലാം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില സന്നദ്ധ സംഘടനകൾ അടുത്തടുത്തുള്ളത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വളരെ സന്തോഷകരമായിട്ട് ആ ഈവന്റ് ആ ഒരു ദിവസത്തെ കാണുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വരുന്നവർക്കൊക്കെ തന്നെ ഇവരെല്ലാം തലേ ദിവസമൊക്കെ എത്തുന്നവരാണ്. ഈ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ്. തിരുവനന്തപുരം മുഴുവൻ ഇവർക്കങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് രാത്രിയും പകലുമായിട്ട്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ട പ്രാഥമിക സൗകര്യങ്ങള്, പിന്നെ ശുദ്ധജലം, ഇതൊക്കെ എത്തിക്കുന്നതിന് ക്ഷേത്ര ട്രസ്റ്റും അതുപോലെ തന്നെ കോർപ്പറേഷൻ കൂടി ചേർന്നാണല്ലോ. ഇതിനപ്പുറം നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്തുകാരങ്ങ് ഏറ്റെടുക്കുക, എല്ലാവരും കൊടുക്കും, എല്ലാവരുടെ വീടും തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ കാണുന്നത്? അത് വിവിധ മതസ്ഥരിലുള്ളവരുണ്ട്, ക്രൈസ്തവര്, മുസ്ലിം സമുദായം. ഇവിടെ ഞങ്ങളുടെ അവിടെ തന്നെ മണക്കാട് മുസ്ലിം പള്ളിയുണ്ട്, അതുപോലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ തന്നെ ഇവര് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. അതൊരു പ്രത്യേകത തന്നെയാണ്. ഒരു ക്ഷേത്രത്തിന്റെ ഒരു പരിപാടി വളരെ ആ ഏരിയയിൽ മാത്രം എത്രയോ കാലത്തിന് മുമ്പ് ഇട്ടുകൊണ്ടിരുന്ന ആ ഒരു പൊങ്കാല ഇപ്പം പല മതസ്ഥരും അതുപോലെ തന്നെ വളരെ വിപുലമായ രീതിയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ അതായത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളം ഒരു പ്രത്യേകത തന്നെയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമാണല്ലോ അല്ലേ? അതെ അതെ. അതിലെ ആദ്യ ദിവസം തന്നെ വളരെ പ്രത്യേകതയുണ്ട് ഇക്കുറി. അതെ അതെ. പിന്നെ നന്ദഗോവിന്ദം ഭജൻസ്, ഒപ്പം അംബ പുരസ്കാരം മോഹൻലാലിനാണല്ലേ? അതെ അതെ, മോഹൻലാൽ നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര താരം. അതിപ്പോ അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് ഞങ്ങള് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ട്രസ്റ്റ് തന്നെയാണല്ലോ നൽകുന്നത് ഈ അംബ പുരസ്കാരം. അതെ അതെ, അംബ പുരസ്കാരം എന്ന് പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്നത് ഒരു മെമന്റോ, ദേവിയുടെ രൂപമൊക്കെ വെച്ച് വലിയൊരു മെമന്റോ, അംബ പുരസ്കാരം എന്ന് എഴുതിയ ഒരു മെമന്റോ, പ്രശസ്തി പത്രം, 50,000 രൂപ, പിന്നെ 1 പവന്റെ ദേവിയുടെ രൂപം ആലേഖനം ചെയ്ത ഒരു ലോക്കറ്റ്. ഇപ്പൊ അതിന് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും 4 ഐറ്റമാണ് അംബ പുരസ്കാരമായിട്ട് നൽകുന്നത്. അത് എത്രയോ വർഷം മുമ്പ് പല പ്രശസ്തരായവരും വാങ്ങിയതാണ്. പിന്നെ ഇപ്രാവശ്യം അദ്ദേഹത്തെ ഞങ്ങൾ തീരുമാനിക്കുകയും അത് എന്തോ ഒരു നിമിത്തം പോലെ അദ്ദേഹത്തിന് ആ സമയം പലപ്പോഴും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കമ്മിറ്റിയൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഇവരുടെ പല പ്രോഗ്രാംസിൻ്റെയൊക്കെ ഷെഡ്യൂളൊക്കെ ആയി കഴിഞ്ഞിരിക്കും. ഈ സമയമൊക്കെ പലർക്കും പ്രോഗ്രാംസ് ഉള്ളതാണ്. അപ്പോൾ അത് പറ്റാതെ വന്നു. പിന്നെ 2022 അദ്ദേഹം വരാമെന്ന് പറഞ്ഞു, ഞങ്ങൾ കണ്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അപ്പോൾ പെട്ടെന്ന് ഈ കോവിഡിൻ്റെ ഒരു നിയന്ത്രണം കൂടി വന്നു ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ പിന്നെ ഒരു തിരക്ക് പാടില്ല എന്നുള്ള ഒരു റൂളിൻ്റെ ബേസിസിൽ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഫാൽക്കെ അവാർഡ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എല്ലാം കൂടി ഒത്തു വന്നു.
അതൊരു വലിയ സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആറ്റുകാലുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്, തിരനോട്ടം. പിന്നെ ആദ്യ ചിത്രം അത് പിന്നെ എപ്പോഴുമാണ് റിലീസ് ആയതെങ്കിലും അത് അവര് ഒരു 18 വിരിഞ്ഞ പൂക്കളിലൂടെയാണ് അറിയപ്പെടാൻ തുടങ്ങി. അന്ന് പിന്നെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ താലികെട്ടും ഞങ്ങളുടെ അമ്മയുടെ നടയിൽ വെച്ചാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം. പിന്നെ അദ്ദേഹത്തിന്റെ അമ്മ സ്ഥിരം അമ്പലത്തിൽ വരുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഉന്നത നിലയിൽ അവാർഡ് വാങ്ങിച്ചപ്പോൾ അമ്മയുടെ അടുത്ത് എത്തി എന്നുള്ള. അപ്പോൾ ഇവിടെ നിന്ന് വെറും ഒരു അഭിനേതാവായിട്ട് തുടങ്ങി വലിയൊരു അവാർഡ് വാങ്ങിയപ്പോൾ അമ്മയുടെ അടുത്ത് എത്തി എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. ഇദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണല്ലോ. ഇവരുടെ സ്വദേശം പത്തനംതിട്ടയാണെങ്കിൽ തിരുവനന്തപുരത്തുകാരനായിട്ട് അറിയപ്പെടുന്നതാണ് അദ്ദേഹത്തിനും താല്പര്യം. ഈ അംബ പുരസ്കാരം എന്ന് പറയുമ്പോൾ ട്രസ്റ്റിന്റെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടല്ലോ, അംബ പ്രസാദം എന്ന് പറഞ്ഞു. അതെന്താ, ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ? അതെ, വിവിധ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഇതൊക്കെ പൂജകളെ കുറിച്ചായാലും പ്രത്യേക പൂജകളെ കുറിച്ചായാലും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ ഇതിൽ നടക്കുന്ന പല പ്രധാനപ്പെട്ട സംഭവങ്ങളായാലും അതൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ പലരുടെയും നമുക്ക് ആഗ്രഹിക്കുന്ന വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു ആർട്ടിക്കിളൊക്കെ അതിൽ വരുന്നുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് എഴുതുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ അംബ പ്രസാദം എന്നുള്ള മാസിക. അതുപോലെ ഈ ഇത്രയും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. ഇവർക്ക് പിന്നെ പൊങ്കാലയിട്ട് കഴിഞ്ഞും ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ഇക്കുറി എത്രയോ സമയം ക്ഷേത്രം അടച്ചിടുന്നുണ്ടല്ലോ അല്ലേ? ചന്ദ്രഗ്രഹണം പൊങ്കാല ദിവസം മാർച്ച് 3-ന് ശരിക്കും ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് നട അടയ്ക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് 3:10 മുതൽ രാത്രി 7 മണി വരെയാണ് ആ സമയം വരുന്നത്. അല്ല, അതിനു മുമ്പ് പൊങ്കാല പൂർത്തിയാകും. പൊങ്കാല ഉച്ചയ്ക്ക്, അതായത് 2:15-നാണ് പൊങ്കാല നിവേദ്യം വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നിവേദ്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, ദീപാരാധന അങ്ങനെയുള്ള. അത് കഴിഞ്ഞ് 3:10-ന് അടച്ചിരിക്കണം. അതാണ്. പിന്നെ 7:10-ന് തുറക്കും. പിന്നെ 7-ന് തുറക്കും. 7-ന് തുറന്നാൽ പിന്നെ 8:30 ആകുമ്പോഴത്തേക്ക് കുത്തിയോട്ടം, ചൂരൽ കുത്ത് ചടങ്ങ് തുടങ്ങണം. അപ്പൊ അതിനു മുമ്പേ കുറച്ച് ചടങ്ങ് വരും. അപ്പൊ പൊങ്കാലയ്ക്ക് തടസ്സം വരുന്നില്ല? പൊങ്കാല തടസ്സമില്ല. 2:15-ന് നിവേദ്യം കഴിഞ്ഞാൽ പൊങ്കാലക്കാർക്ക് പോകാം. പക്ഷെ ഇതില് ഏറ്റവും കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഈ താലപ്പൊലി കുട്ടികളെയാണ്. താലപ്പൊലി വരുന്നത് മിക്കവാറും പൊങ്കാല എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് താലപ്പൊലി കുട്ടികളുമായിട്ട് ദർശനവും നടത്താം, കുട്ടികളുടെ ഈ താലപ്പൊലി നടത്താം. അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അത് ഇപ്രാവശ്യം അതിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ താലപ്പൊലി കുട്ടികളെ 1:30-ക്ക് മുമ്പ് വരണം എന്നാണ് ഇപ്പം നിങ്ങൾ എല്ലാ മീഡിയയിലും കൂടി പറയുന്നത്. കാരണം അവരകത്ത് വന്ന് പോകാനുള്ള ഒരു സമയം വേണം. അപ്പം 1:30-ക്ക് മുമ്പ് വന്നില്ലെങ്കിൽ പിന്നെ താമസിച്ചു പോയാൽ പിന്നെ ഈ നിവേദ്യത്തിൻ്റെ സമയമാകും. അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വൃത്തിയാക്കൽ, പിന്നെ ദീപാരാധന, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 1:30-ക്ക് മുമ്പ് വരണം എന്നുള്ളതാണ്. താലപ്പൊലി കുട്ടികൾ 1:30-ക്ക് മുമ്പ് വരണം. അതൊരു കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ ഭക്തജനങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതും അത്. അപ്പോൾ മാക്സിമം എല്ലാവരോടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്തെക്കുറിച്ച് അതറിഞ്ഞ് ഓരോരുത്തർ അതനുസരിച്ച് അമ്പലത്തിൽ വന്നാൽ നമുക്ക് കുറെ കൂടെ ഈ തിരക്കിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ പൊങ്കാല കഴിഞ്ഞിട്ട് ഭക്തജനങ്ങൾക്ക് പോകാനായിട്ടുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ KSRTC-യുമായിട്ടുള്ള എല്ലാവിധ ചർച്ചകളും പൂർത്തിയായിട്ടുണ്ട്. അതെ അതെ, അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം കമ്മീഷണറായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലെല്ലാ വകുപ്പും ഉണ്ട്. അപ്പം അതിൽ KSRTC കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ അതാത് ഏരിയയിലുള്ളവർ തന്നെ എന്ന് വെച്ചാൽ ഈ ബസ് എങ്ങനെ നിർത്തണം എന്ന് വെച്ചാൽ ഇടയ്ക്കൂടെയൊക്കെ ബസ് വന്ന് നിൽക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ കൃത്യമായിട്ട് ഇന്നലെ അവിടെ സംസാരിക്കുകയും പിന്നെ ഇവർ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ വയ്ക്കണമെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതും തിരക്കില്ലാത്ത രീതിയിൽ, അതായത് പെട്ടെന്ന് തന്നെ ബസ്സിന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം എന്നുള്ളതാണ്.
അവരെ ശരിക്കും ചെയിനായിട്ട് തന്നെ ബസ് വിടുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഈ 10 ദിവസവും 23-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും 4 വീലർ ഞങ്ങളുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സ്ഥലം ഐരാണിമുട്ടം ഹോമിയോ കോളേജ് അതിനടുത്തുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടു വൃത്തിയാക്കി അവിടെ ലൈറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ 4 വീലർ വന്നിട്ട് പിന്നെ ഈ അമ്പലത്തിൽ നടയിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇവർ KSRTC ബസ് അപ്പോഴപ്പോഴാ തന്നെ വിടുന്നുണ്ട്. അപ്പം വരികയും തിരിച്ചു പോവുകയും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക. അങ്ങനെ ഉള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിപ്രധാനമായിട്ടുള്ള വേറൊരു ചടങ്ങുണ്ട്. തിരുവനന്തപുരം നഗരത്തെ തിരുവനന്തപുരം പഴയ നഗരമാക്കി മാറ്റണം. അതായത് ശുചീകരണ പ്രവർത്തനം. ഇത് കോർപ്പറേഷനാണ് ഇതിന്റെ പ്രധാന ചുമതല. എല്ലാ വർഷവും അവര് വളരെ നന്നായിട്ട് അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് തീർക്കണം. പിന്നെ ഇതെല്ലാം കൊണ്ട് അതായത് സ്ഥലം കളയണമല്ലോ. അപ്പൊ അതെല്ലാം വളരെ കൃത്യമായിട്ട് ആ ഏരിയ ഫുള്ളും ക്ലീൻ ചെയ്ത് ശരിയാക്കി തരാറുണ്ട്. പിന്നെ ദേവി എഴുന്നള്ളി പോകുന്ന വഴികളൊക്കെ വൃത്തിയാകാറുണ്ട്. അപ്പൊ എന്തായാലും ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഇനി നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ അടുക്കലേക്ക് വരട്ടെ അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.